ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ കെച്ചപ്പാണ്. അതിനുവേണ്ടി 1.5 കിലോ തക്കാളി, ഒരു സവോള, ഒരു മീഡിയം സൈസ്, എല്ലാം മീഡിയമാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ പീസ് പംകിൻ, പിന്നെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട്, ഒരു മീഡിയം സൈസ് സവോള, എല്ലാം അങ്ങനെ വലിയ വലിയ പീസാക്കിയിട്ടിരിക്കുകയാണ്. 4 വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, ഇഞ്ചി ഒരു ഇഞ്ചി നീളത്തിലുള്ള കഷ്ണം അതിങ്ങനെ 3-4 പീസാക്കിയിട്ടു, കുറച്ച് കുരുമുളകും കുറച്ച് ഗ്രാമ്പും, ക്ലോവ്സ്, പിന്നെ ഒരു കട്ടോരി ശർക്കര പൊടി, 1.5 കട്ടോരി ഇട്ടിട്ടുണ്ട്, അത് 1 കട്ടോരി ഇതിൽ കാണുന്നുള്ളൂ. പിന്നെ വിനീഗറിന് പകരം ഞാൻ 2 ആംലയാണ്, നമ്മുടെ നെല്ലിക്കയാണ് ഇട്ടിരിക്കുന്നത്, കുറച്ച് ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ വിസിൽ വരുത്താണ്. ഒരു 4-5 വിസിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് ചൂടാറി അതിൻ്റെ വിസിൽ പോയപ്പോൾ കുക്കർ തുറന്നു. എന്നിട്ട് അത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. ഈ ശർക്കര ഞാൻ 1.5 കപ്പോളം ഞാൻ ഇട്ടിരിക്കുന്നത്, ഇതിൽ 1 കപ്പേ കാണിക്കുന്നുള്ളൂ. ഇനി കൂടുതൽ വേണ്ടവർക്ക് ഇനിയും കൂടുതൽ ഇടാം കേട്ടോ. മധുരം അപ്പോഴും ഒരുപാട് അധികം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, 1.5 കപ്പ് ഇട്ടിട്ടു. അപ്പോൾ അത്യാവശ്യം വേണ്ടവർക്ക് ഇനി കൂട്ടിയിടാം. ശർക്കര അല്ല, കുട്ടികൾക്ക് ഇപ്പോൾ ദോഷമൊന്നും സംഭവിക്കില്ല, അതുകൊണ്ട് പെട്ടെന്ന് കൂടുതൽ മധുരം ഷുഗറിൻ്റെ അല്ലല്ലോ, ശർക്കരയുടെ ആകുമ്പോൾ പ്രശ്നമില്ലേ. ഹെൽത്തി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. നന്നായി മിക്സിയിൽ വേവിച്ച് വെച്ച വെജിറ്റബിൾ എല്ലാം അരച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ട് ജ്യൂസിൻ്റെ അരിപ്പയിൽ ഞാൻ ഒരു തവയിലേക്ക് ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് അതിൻ്റെ വേസ്റ്റ് കളയണോ, ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിച്ചെടുത്തിട്ട് ആ വേസ്റ്റ് കളഞ്ഞതിന് ശേഷം ഒന്നും ചെയ്യണ്ട, വെറുതെ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിച്ച് കളയണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു പരിവുണ്ടല്ലോ, സോസിൻ്റെ പരിവം, ഇപ്പം തന്നെ അത് കാണാൻ നല്ല കളറും ഇതൊക്കെ ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. ടേസ്റ്റ് പക്ഷേ ഞാൻ പറയുന്നില്ല, മാർക്കറ്റിൽ മേടിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ്റെ ടേസ്റ്റൊന്നും വന്നിട്ടില്ല കേട്ടോ. അതെന്തായാലും വരില്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ ഒരു റെസിപ്പി കിട്ടുമ്പോൾ അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ഹെൽത്തി ആയിട്ട് തോന്നി. കുട്ടികൾക്ക് അത്യാവശ്യം കുറേ സോസൊക്കെ കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പുറത്തത്തെ കൊടുക്കണേക്കാളും നല്ലത് ഇങ്ങനെ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇതിങ്ങനെ ഇളക്കുമ്പോൾ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കും, അത് മാത്രമാണ് ഇതിലത്തെ ഒരു പ്രശ്നം. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്തെങ്കിൽ ഒരു അടപ്പെടുത്ത് അടച്ച് അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പതുക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതുക്കെ ഇളക്കി റെഡിയാക്കി എടുക്കും. കണ്ടില്ലേ? എന്നിട്ട് അത് ഇങ്ങനെ അതിൻ്റെ ആ തിള ഏതാണ്ട് നിൽക്കുന്നൊരു പരിവുണ്ട്, ആ പൊട്ടിത്തെറിക്കലൊരു നല്ലോണം കുറഞ്ഞ് വന്ന് അതൊന്നും ഇല്ലാണ്ടാവണം. ആ സമയത്ത് നമ്മളത് ഓഫ് ചെയ്തു. അപ്പം അതിൻ്റെ പരിവായി, വെള്ളം മുഴുവൻ വറ്റിയെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ പോയിട്ട് നമ്മളത് ഓഫ് ചെയ്തിട്ട് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഏകദേശം 1 മാസം വരെ ഫ്രിഡ്ജിൽ വെച്ചാലും നാശാവില്ല കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് പറയണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കുകയും ചെയ്യരുത് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് വലിയ ഒരു സഹായവും വലിയ ഒരു സന്തോഷവുമാണ് എനിക്ക് തരുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.